ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളൊരു പൊളി ഐറ്റമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഐറ്റം വേറെ ഒന്നുമല്ല, നല്ല ഹോട്ട് ആൻഡ് സ്പൈസി ചിക്കനാണ്. ഒരു രക്ഷയില്ലാത്ത ഐറ്റംസാണ്. എന്തായാലും നമുക്കൊന്ന് നോക്കാം. എല്ലാവരും കയറി വാ. എല്ലാവർക്കും മലബാരി ഹബിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ നമ്മൾ മാഗ്നേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ, പിന്നെ ഒരു 2 ടീസ്പൂണ് മുളകും പൊടി, കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല ചിക്കൻ ഫ്രൈയിൽ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് ഇടുന്നത്. പിന്നെ ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് കിട്ടും. ഇപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂണോളാണ് ഉപ്പ് ഇട്ടിട്ടുള്ളത്, ഓരോരുത്തരുടെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ടല്ലേ. പിന്നെ അതിനോട് കൂടിയിട്ട് ഒരു ടീസ്പൂൺ വിനാഗിരി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെമൺ ജ്യൂസും ആവാം, ഒരു ലെമണിൻ്റെ ഹാഫ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചൊക്കെ കൂടിയിട്ട് അടിച്ചെടുത്തതാണ്, ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ട് കൂട്ടി കുഴച്ചിട്ടുണ്ടല്ലോ, ഒരു അടിപൊളി മസാലയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാൻ നോക്കുക. പരമാവധി മിക്സ് ചെയ്താലാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ മസാല റെഡിയാണ്. ഇനിയിപ്പോൾ അടുത്ത പ്രോസസ്സ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ ചിക്കൻ ഓൾറെഡി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ചിക്കനിൽ നമ്മുടെ മസാല കൊണ്ട് പരട്ടി സെറ്റപ്പ് ആക്കാനാണ്. അപ്പോൾ ചിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു 1.5 ചിക്കനാട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടു കഴിഞ്ഞാൽ വല്ല യമൂൻ്റെ കാലൊക്കെ ആണെന്ന് വിചാരിക്കും, അങ്ങനത്തെ അത്രയും വലിയ സൈസ് സാധനമാണ് ഇത്. മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടും ഇത് ചിക്കൻ ഡ്രംസ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് തന്നെ ചെറിയ പ്രൈസിന് തന്നെ കിട്ടും. 6 ദിറംസൊക്കെ വരുന്നുള്ളൂ, ഒരു 6 പീസോളം ഉണ്ടാവും. അപ്പോൾ മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും UAE കാര്യമാണ് ഞാൻ പറയണത്, അവിടെയൊക്കെ കിട്ടും. അപ്പോൾ ചിക്കന്മേ ഇത് നമ്മുടെ മസാല കൊണ്ട് പൊളിച്ച് തേച്ചുകൊണ്ട് പരട്ടി വെക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ചിക്കൻ സ്കിന്നോട് കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ആ സ്കിന്നോട് കൂടിയിട്ടുള്ളത് അതിൽ കാണാൻ പറ്റും, നിങ്ങൾക്ക് സ്കിന്നില്ലാണ്ടും എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ മാഗ്നേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതൊരു 1/2 അവർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിനി ഒരു പാൻ വെച്ചിട്ട് അതിലൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ ഒരു ഷാലോ ഫ്രൈയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കലാണ് ബെറ്റർ, പിന്നെ അധികം എണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല. ഇത് ഷാലോ ഫ്രൈ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഗ്രിൽഡ് ആക്കിയിട്ടും ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഈ ഓവനുള്ളവർക്കൊക്കെ അതിൽ വെച്ചിട്ട് വേവിച്ചിട്ടും നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അല്ലേ. എന്താണ് അവസ്ഥ എന്ന് നോക്കണ്ട, ചെറിയൊരു ഫ്രൈഡ് ആവശ്യം വരുന്നുള്ളൂ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ തീരെ എണ്ണ വേണ്ടാത്തൊരു ബെറ്റർ ഓവനിൽ ഗ്രില്ല് ചെയ്യൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം ആയി വന്നിട്ടുണ്ട്, നമുക്കൊരു വേറൊരു പാത്രത്തേക്ക് മാറ്റാം. ഇതിന് രണ്ടാമത്തെ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്, അതാണ് ഇതിൻ്റെ മെയിൻ പ്രോസസ്സ്, അതാണ്. അപ്പോൾ നമുക്ക് ആ പ്രോസസ്സ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു 5-10 ചെറുള്ളി, പിന്നെ ഒരു 5-8 റെഡ് ചില്ലി, ഇതാണ് ഇതിൻ്റെ മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒരു ജാർ എടുത്തിട്ട് അതിലിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ജാറിലിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ കുറച്ചൊരു വിനാഗിരി ഞാൻ ഒഴിക്കുന്നുണ്ട്. അതിനോട് കൂടെ തന്നെ അത്യാവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു മിക്സ് നമുക്ക് കിട്ടും. ഞാൻ അത് ക്രഷ് ചെയ്യാൻ പോവാണ്, കണ്ടില്ലേ. നമുക്കധികം വെള്ളമോ കാര്യങ്ങളൊന്നും ഒഴിക്കരുത്, വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആകെ കുളമാവും. ഇതതിൻ്റെ മുകളിലിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റംസ് മാത്രമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വീഡിയോ വരാൻ പോകുന്നൊരു വീഡിയോ മിസ്സായിട്ടുണ്ട്. സംഭവം വീഡിയോ എടുത്തിരുന്നു, പക്ഷേ റെക്കോർഡ് ബട്ടൺ അമർത്താൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറുള്ളിയും പിന്നെ ഈ റെഡ് ചില്ലിയും കൂടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ വെച്ച് ചൂടാക്കിയതിന് ശേഷം ഈ മിക്സ് നമ്മൾ അതിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, ചിക്കനും കൂടി ഇട്ടിട്ട് അതിൻ്റെ ഒപ്പം മിക്സ് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഈ സാധനമാണ് കിട്ടുക. ഇപ്പോൾ ഞാനെല്ലാം കഴിഞ്ഞതിന് ശേഷം എടുത്തൊരു വീഡിയോ ആണ്, കാരണം എൻ്റെ മറ്റേ വീഡിയോ മിസ്സായിപ്പോയി, അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഐറ്റം, നമ്മൾ പറഞ്ഞ ഐറ്റംസ് ഇതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കണ്ടില്ലേ, ഇപ്പോൾ ആ മുകളിലിടുന്നതാണ് നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കിയ മിക്സ്.
അപ്പോൾ നിങ്ങൾക്ക് ആ മിക്സിൻ്റെ ഇത് കാണാൻ പറ്റും. നിങ്ങൾക്ക് കറക്റ്റ് നമ്മൾ ക്രഷ് ആയിട്ടുള്ള ആ ചില്ലി മുകളിൽ കിടക്കുന്നത് കണ്ടില്ല. അതേപോലെ തന്നെ ചെറുള്ളിയുടെ ആ ഫ്ലേവറും ചെറുള്ളിയും പിന്നെ ഈ വെളിച്ചെണ്ണൊക്കെ കൂടിയിട്ടുള്ള മിക്സ് കൊടുക്കത്തെ സ്മെല്ലാട്ടോ വരണത്. ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഭയങ്കര ചൂടാണ് സാധനം. കൈയൊക്കെ പൊള്ളണം, ഒരു രക്ഷയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം മക്കളെ. അപ്പോൾ ഐറ്റം ഞാൻ കഴിച്ചു നോക്കിയിട്ടോ. അവിടുത്തെ സ്പൈസിയാണ്. അപ്പോൾ സ്പൈസി ഇഷ്ടമുള്ളവർക്കൊക്കെ അടിപൊളി ഐറ്റമാണെന്ന് പറയാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ.